ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സംവിധായകൻ ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകനാണ് ചിദംബരം. അപ്പം മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സംവിധായകൻ ചിദംബരമാണ്. മികച്ച നടൻ ആസിഫ് അലിയാണ്. മികച്ച നടി ചിന്നു ചാന്ദിനി. അപ്പം JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം. മികച്ച നടൻ ആസിഫ് അലി. മികച്ച നടി ചിന്നു ചാന്ദിനിയാണ്. ഇനി അടുത്തിടെ നിയമിതരായ ഗവർണർമാരെ പറ്റിയാണ് നോക്കുന്നത്. ഗോവയുടെ ഗവർണറായിട്ട് പുസാപതി അശോക് ഗജപതി രാജു നിയമിതനായി. ഗോവയുടെ ഗവർണർ പുസാപതി അശോക് ഗജപതി രാജു ആണ്. ഹരിയാനയുടെ ഗവർണർ അശ്വിൻ കുമാർ ഘോഷ്. ഗോവയുടെ ഗവർണർ പുസാപതി അശോക് ഗജപതി രാജു. ഹരിയാന അശ്വിൻ കുമാർ ഘോഷ്. അടുത്തത് ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാബമാണ്. സല്ലാബം. ഇനി ഫരത് ഗോപി പുരസ്കാരം. ഫരത് ഗോപി പുരസ്കാര ജേതാവാരാണ്? നടൻ ഇന്ദ്രൻസ് ആണ് ഫരത് ഗോപി പുരസ്കാര ജേതാവ്. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാബമാണ്. ഫരത് ഗോപി പുരസ്കാര ജേതാവ് നടൻ ഇന്ദ്രൻസ് ആണ്. ഇത് MK സാനു ഗുരുപ്രസാദ പുരസ്കാരം. MK സാനു ഗുരുപ്രസാദ പുരസ്കാര ജേതാവ് NS മാധവനാണ്. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. അടുത്തത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ MK സാനു പുരസ്കാരം NS മാധവൻ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അടുത്തത് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം അസമാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? ആനമല കടുവ സങ്കേതത്തിലാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പം മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം അസമാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല കടുവ സങ്കേതമാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിലാണ്. അടുത്തത് ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം 2025 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിയാണ് നേടിയത്. PSG ആണ്, ഫ്രഞ്ച് ടീമായ PSG ആണ് ഫൈനലിൽ തോൽപ്പിച്ചത്. 3-0 തോൽപ്പിച്ചത്. അപ്പോൾ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിയാണ് നേടിയത്. അടുത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയാണ് ഒന്നാമത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാമത്. നമ്മൾ ഇന്ന് PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ്, ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയത്. ഒന്നുകൂടെ നോക്കാം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ആദ്യം നോക്കിയത്. അതിൽ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് കിട്ടിയത്. മികച്ച സംവിധായകൻ ചിദംബരം, മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകനാണ്. മികച്ച നടൻ ആസിഫ് അലി. മികച്ച നടി ചിന്നു ചാന്ദിനിയാണ്. ഇനി ഗോവയുടെ ഗവർണറായിട്ട് പുസാപതി അശോക് ഗജപതി രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിയാന അശ്വിൻ കുമാർ ഘോഷാണ് ഹരിയാനയുടെ ഗവർണർ. ഒറ്റയ്ക്കായ വയോധികർക്ക് സ്വാതന്ത്ര്യമേകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ ഇന്ദ്രൻസിനാണ് ലഭിച്ചത്. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം NS മാധവന്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. അടുത്ത മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിലാണ്. ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിയാണ് നേടിയത്. ഫ്രഞ്ച് ടീമായ PSG 3-0 തോൽപ്പിച്ചത്. അടുത്ത അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാമത്. നമ്മളിന്ന് PSC ബുള്ളറ്റിലെ ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയത്. ഓക്കെ, താങ്ക് യു ഓൾ.